ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ കാലത്ത് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടെ. ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ച ദിവസമാണ്. പിള്ളേർക്കൊന്നും സ്കൂളില്ല. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളില്ല. പിന്നെ ഏട്ടനും ലീവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിതാ പതുക്കെയൊക്കെയാണ് എണീറ്റ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സേമിയ ഉപ്പുമാവാണ്. നമ്മുടെ ഗോതമ്പ് സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ എണീറ്റ് വെച്ചാൽ മിക്ക വീട്ടമ്മമാരുടെയും ഒരു ടെൻഷനും അല്ലെങ്കിൽ ഒരു അങ്കലാപ്പാണ്, രാവിലെ എന്താ ഇപ്പം കഴിക്കാനുണ്ടാക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ പിന്നെ അതിനെന്താ കറി ഉണ്ടാക്കുക. ഇന്ന് ഒരു 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഓടും അല്ലേ. നമ്മൾക്ക് ഈ ഒരു അടുക്കള കാര്യങ്ങൾ തന്നെ തലയ്ക്കകത്ത് ഇങ്ങനെ പോഞ്ഞുകൊണ്ട് കിടക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കിയാൽ തന്നെ കൂട്ടാനുണ്ടാക്കുന്ന കാര്യത്തിൽ വല്ലാത്തൊരു ടെൻഷനാണ്. പിന്നെ എന്തും കൂട്ടി കഴിക്കും എന്നുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ പലഹാരത്തിൻ്റെ കൂടെയാണെങ്കിൽ ഇവിടെ ഏട്ടനാണെങ്കിൽ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ പോലെ എന്തിൻ്റെ കൂടെയും അവർ കഴിക്കില്ല. അവർക്ക് പിന്നെ ചിലപ്പോൾ പറയും അങ്ങനെ വെക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് വെക്കായിരുന്നു, ഇതിൻ്റെ കൂടെ ഇതാണോ അതിൻ്റെ കൂടെ അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്താ പറയുക, നിവൃത്തികേട് കൊണ്ട് അങ്ങനെ കഴിച്ചിട്ട് പോകാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസം ഓരോരോ ദിവസം ഓരോരോ സ്വഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചില ദിവസങ്ങളിൽ ഉള്ളത് കൂട്ടിയിട്ടൊക്കെ കഴിക്കും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ പരാതികളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ നടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ ഈ എന്താ പറയുക ഫാമിലി ജീവിതത്തിൽ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് മെയിനായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടി ഉണ്ടാക്കുന്നത്. എന്നും പറഞ്ഞ് എപ്പോഴൊന്നുമില്ല കേട്ടോ, നമുക്ക് വല്ലപ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ 10 ദിവസം നമ്മളെ വായ്ക്ക് രുചിയായിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് 11ാമത്തെ ദിവസം ഉള്ളത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നും കൂടെ കടന്നു പോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ദിവസം ഉണ്ടാവുമല്ലോ. അന്നേരങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ആ 10 ദിവസം കൊടുത്തതും ഒന്നും അല്ലാതെ പോകില്ലേ. ഒരു നേരം നമുക്ക് എന്തെങ്കിലും പറ്റാണ്ടോ അല്ലെങ്കിൽ വയ്യായ്കയായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്രയും ദിവസം കൊടുത്തത് ഒന്നും അല്ലാതായിപ്പോവും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലും. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ ഏട്ടനെ കുറ്റം പറയാനായിട്ട് വീഡിയോയിൽ വന്നതാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കുറ്റം പറയാനൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവില്ലേ. ഒന്ന് സന്തോഷമായിട്ടിരുന്ന് വെച്ചാലും പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് മിക്ക വീടുകളിലും ഉള്ള ഒരു വീട്ടമ്മമാരുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലേ. തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് എന്നൊക്കെ എഴുതി വെക്കാം കേട്ടോ. അങ്ങനെ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയും ചെയ്യാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. മിക്ക വീട്ടമ്മമാരും അത് അങ്ങനെ എന്താ പറയുക ശ്രദ്ധിക്കാറില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാറുമില്ല. പിന്നെ ചില വീട്ടമ്മമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ എഴുതി വെച്ചിട്ട്. പിന്നെ ഞാൻ പറയണേ ഈ യൂട്യൂബേഴ്സ് തന്നെ ഓരോ കണ്ടൻറ്റുകളും ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നന്നായിട്ട് നടക്കും. യൂട്യൂബിലെ വിശേഷങ്ങളും അങ്ങനെ വലിയ തരക്കേടില്ലാണ്ട് പോകില്ലേ. അപ്പം ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. രാവിലെ എണീറ്റാൽ എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എന്തുണ്ടാക്കണം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും തലേദിവസം ഒന്നും ഒരു പ്ലാനും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ മാത്രം രാവിലത്തെ കാര്യം മാത്രം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. രാവിലെ ഇപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ നൂൽപുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്താ കറി എന്നുള്ള ഒരു പ്ലാനിങ് അങ്ങനെ നേരത്തെ കൂട്ടി ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ അങ്ങനൊന്നും പ്ലാൻ ചെയ്യാറില്ല. രാവിലെ എന്താണോ കയ്യിൽ കിട്ടുന്നത്
അതങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കും. അത് ചമ്മന്തിയാണെങ്കിൽ ചമ്മന്തി, ചട്നിയാണെങ്കിൽ അങ്ങനെ, സാമ്പാറാണെങ്കിൽ അങ്ങനെ. അത് എൻ്റെ ഒരു എന്താ പറയുക, അപ്പോഴത്തെ ഒരു ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ഞാൻ അടുക്കളപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ പിന്നെ എന്നോട് ചോദിക്കാണ്ട് തന്നെ അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ചാറും വറുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്ന് നെത്തൽ മീൻ കണ്ടപ്പോൾ പിന്നെ ഏട്ടനെന്തോ ഒരു ആഗ്രഹം, പൂതി തോന്നി. നെത്തൽ വാങ്ങിച്ചിട്ട് കറി വെക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. 1/2 കിലോ തന്നെ മതിയല്ലോ ഒരു മണിക്കൂർ ഇരുന്ന് കിള്ളാനായിട്ട്. അപ്പം ഞാനിതിപ്പോൾ കത്രികയൊക്കെ എടുത്ത് ഒരു വാലും തലയൊക്കെ വെട്ടിക്കളഞ്ഞ് അങ്ങോട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വളവള വർത്താനം പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാരുമോള് ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഡാൻസ് ക്ലാസ്സല്ല ട്യൂഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പോൾ അവൾ വന്നപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ രാവിലത്തെ നെത്തോലി മീൻ വാങ്ങിച്ചതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. 1/2 കിലോനെ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ പിള്ളേർക്കാണെങ്കിൽ വറുക്കുന്നതാണ് ഇഷ്ടം, ചാറ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്ന് ഒരേ നിർബന്ധം ചാറ് കറി വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ആളുടെ ഇഷ്ടം പോലെ തന്നെ ചാറ് കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി ക്ലീനാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനോ ഇറച്ചിയൊക്കെ വെക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് പണിയാണ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉച്ച വരെ എനിക്കതൊരു പണി തന്നെയാണ് കേട്ടോ. അത് കഴുകലും വൃത്തിയാക്കലും. പിന്നെ നമ്മൾ എന്താ പറയുക, മീൻ വാങ്ങിച്ചാൽ പിന്നെ അറിയാമല്ലോ എല്ലായിടവും നാറാൻ അങ്ങോട്ട് തുടങ്ങും. പിന്നെ അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിച്ച് തുടയ്ക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉച്ച വരെ ആ ഒരു പണിക്ക് തന്നെ പോകില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ ഇന്ന് മീൻ കഴുകി വെച്ചതും പിന്നെ തുണിയൊക്കെ നനച്ചിട്ട് കുളിക്കാനായിട്ട് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ആ തുണിയൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, ഫോണ് നമ്മളെ ഈ ഒരു തൂക്കിയിടുന്ന ചട്ടി ഉണ്ടല്ലോ, ടർട്ടിൽ വൈന് വെച്ചിട്ടില്ലേ ഉമ്മർത്ത്, അതിൻ്റെ മേലെ വെച്ചതാണ് കേട്ടോ. അപ്പം ഉണ്ട് പുല്ല് വന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് ക്യാമറ ഒന്ന് കണ്ടില്ലേ മങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെറുതായിട്ടൊരു മങ്ങീഷും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മളത് വീഡിയോ നോക്കുമ്പോഴാണല്ലോ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തുണിയൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയൊക്കെ കൊടുക്കേണ്ട ഒരു മാസം ഫുള്ളും കഞ്ഞിയും രാമായണം വായനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്ക് ലീവുള്ള ദിവസമേ കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഉച്ചയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ. അതിനിടയിൽ കൂടെ മീനും വാങ്ങിച്ചു. അപ്പോൾ ഇന്നലത്തെ മീൻ കറിയും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും പിള്ളേരും അവിടെ കഞ്ഞി കുടിക്കാനായിട്ട് പോയാൽ പിന്നെ ആ മീൻ കറി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഏട്ടൻ കഴിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏട്ടന് അതൊന്നും പറ്റിയില്ല കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ആ കറി പഴയ കറി കൂട്ടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കൊക്കെ മീൻ കറി ഉണ്ടാക്കി ആ ചോറ് നമ്മൾ അടുപ്പത്താക്കി വെച്ച ചോറൊക്കെ വാർത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടാണ് ചോറൊക്കെ കൊടുത്തത്. പക്ഷേ മീൻ കറിക്ക് എന്താ പറയുക, മീൻ കറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എരിവും പുളിയൊക്കെ നന്നായി പിടിച്ചിരിക്കണം അല്ലേ. പക്ഷേ ഇതിലതൊന്നും ഇല്ല കേട്ടോ. എരിവിൻ്റെ കണക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എരിവും പുളിയൊന്നും അങ്ങനെ ഇല്ല. പിന്നെ അവസാനം ഞാൻ രണ്ടാം മറി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുത്താലും എന്തെങ്കിലുമൊക്കെ അതിൽ കൊനിഷ്ട് കണ്ടുപിടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലേ. അപ്പോൾ അക്കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ ആളും. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു തെറ്റ് കുറ്റങ്ങളൊക്കെ അത് വിളിച്ച് പറയൊന്നുമില്ല. അതങ്ങനെ ആയിപ്പോയി. അതിൻ്റെ അളവ് എനിക്കറിയില്ല. അത് ആ മുളകിന് എത്ര എരിവുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ 100 ന്യായീകരണങ്ങളായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ ആ ഒരു കഷ്ടപ്പാട് എന്താണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പറഞ്ഞു തരുന്ന നേരം കൊണ്ട് നമ്മളിതാ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറെ അമ്പലമാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കാൻ പോണ അമ്പലത്തിലല്ല കേട്ടോ വന്നത്. ഞാനും ചാരുമോളും വേറൊരു അമ്പലത്തിലാണ്. നമ്മൾ എന്താ പറയുക, ഇവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഇത് വർഷത്തിലൊരിക്കൽ തന്നെ തുറക്കുള്ളൂ കേട്ടോ. വർഷത്തിലൊരിക്കലല്ല 2 തവണ
തുറക്കും. അപ്പോൾ കർക്കിടക മാസത്തിലും അവിടെ ഇതുപോലെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ കഞ്ഞി. ഇവിടെ നമ്മൾ ഇന്നലെ വരുമ്പോൾ എടുത്തില്ലല്ലോ വീഡിയോ അല്ലേ? അയ്യപ്പൻ വിളക്കെന്നൊക്കെ പറയും. ആ ഒരു സമയത്താണ് ഇവിടെ പരിപാടികൾ ഉണ്ടാകുക. അപ്പോൾ അവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കാവലിക്ക് പോയില്ല ഞാൻ. ചിട്ടിക്കുട്ടി കാവലിക്ക് പോയി കൂട്ടുകാരൻ്റെ ഒപ്പം. ഞാൻ പിന്നെ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ കഞ്ഞി കുടിക്കാനായിട്ട് വന്നു. അപ്പോൾ അമ്പലത്തിൽ വന്നപ്പോഴാണ് നമ്മുടെ ആശ ചേച്ചിയുടെ അമ്മയ്ക്ക് സുഖമില്ല, തീരെ വയ്യാതെ കിടക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താണ്, അമ്മയ്ക്ക് തീരെ സുഖമില്ല, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആശ ചേച്ചിയുടെ അമ്മയ്ക്ക് വേഗം ഭേദമാവട്ടെ, അസുഖങ്ങളൊക്കെ മാറി പഴയതുപോലെ തന്നെ നല്ല ഉഷാറായിട്ട് എണീറ്റ് നടക്കാനും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റട്ടെ. അപ്പോൾ എന്തായാലും വേഗം അസുഖമൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് കഞ്ഞികുടിയും കഴിഞ്ഞ് അങ്ങനെ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചാരുമോളും മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചിട്ടിക്കുട്ടി അവളുടെ കൂട്ടുകാരിൻ്റെ കൂടെ നമ്മുടെ കാവലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഇന്നിപ്പോൾ രാമായണമൊക്കെ കേട്ടിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ചിട്ടിക്കുട്ടി അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു എന്താ പറയുക, കാട്ടിൻ്റെ അകത്താണ് കേട്ടോ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. കാട്ടിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ. പക്ഷേ ആളുകളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. ഈ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ അങ്ങനെ വരുള്ളൂ. അല്ലാത്ത പക്ഷം കുട്ടികളൊക്കെ ഇങ്ങനെ ആൺകുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാനും അങ്ങനെയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഒറ്റയ്ക്കിപ്പോൾ നമുക്കൊന്നും അങ്ങനെ വന്നാലും അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.